ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വചനത്തിൽ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് നല്ല ഭാഗമാണ്. ജീവിതത്തിലെ തിരഞ്ഞെടുപ്പ് മോശമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവൻ പാപത്തിന് അടിമപ്പെട്ടു പോകും എന്ന് ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുക. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ പോരായ്മകൾ സംഭവിക്കുന്നു, വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് മോശമാണ് എങ്കിൽ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും നല്ല ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത്, മറിയമാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് ആ നല്ല ഭാഗം എന്ന് പറയുന്നത്? ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത്. ഒരു പക്ഷേ ഇന്ന് എനിക്ക് സാധിക്കാതെ പോകുന്നതും ഇതേ കാര്യം തന്നെയാണ്. മർത്തായെപ്പോലെ പല കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയോടുകൂടി ഓടി നടക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഇഷ്ടംപോലെ ടെൻഷൻസാണ്, ഇഷ്ടംപോലെ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളും ടെൻഷൻസിൻ്റെയും ഇടയിൽ നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. പക്ഷേ മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് എനിക്ക് സമയമില്ല. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ദൈവത്തെ മാറ്റിവെച്ച് ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, ഓടിക്കോ, ഇഷ്ടം പോലെ ഓടാം. പക്ഷേ ഫലമില്ലാതായി പോവുക, വീഴ്ച സംഭവിക്കുക, പരാജയപ്പെട്ടു പോവുക. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ തിരഞ്ഞെടുക്കേ നല്ല ഭാഗം. ഏറ്റവും നല്ല ഭാഗം എന്താ? ഈശോയുടെ കൂടെ ആയിരിക്കേ. ഈശോയുടെ സന്നിധിയിൽ ഇരിക്കാനായിട്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് സമയമുണ്ടാവണം. ഇല്ല എങ്കിൽ നീ ഓടുന്നത് കൊണ്ട് ഫലമില്ലാതായി പോകും. നീ എത്ര ഓടിയാലും നിനക്കൊരു ആശ്വാസം നേടിയെടുക്കുവാനായിട്ട് പറ്റത്തില്ല. ഓടുന്തോറും സഹനങ്ങളും വേദനകളും കൂടി വരത്തേയുള്ളൂ. ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് മറിയത്തെ പോലെ നല്ല ഭാഗം നമുക്ക് തിരഞ്ഞെടുക്കാം. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ദൈവത്തെ മാറ്റിവെക്കാതിരിക്കാം. ഏറ്റവും കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കാം. അവൻ എൻ്റെ ജീവിതത്തിൽ പങ്കുവെക്കുന്നതൊക്കെയും സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട്, അവൻ്റെ പാദാന്തികത്തിലിരുന്ന് അവൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട്, ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവ ദൈവകരങ്ങളിൽ പൂർണ്ണമായിട്ട് കൊടുത്തുകൊണ്ട് അവനോട് ആലോചിച്ച് തീരുമാനമെടുക്കുവാനായിട്ട്, അങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.